വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര. അവതരണം ബന്ന ചേന്നമംഗല്ലൂർ. സാങ്കേതിക നിർവഹണം സുനീഷ് പെരുവയൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സിറ്റി എക്സ്ചേഞ്ച് ദോഹ ഖത്തർ. അധ്യായം 208. സമയം ക്രിയാത്മകമായി പ്രയോജനപ്പെടുത്തിയാണ് വിജയിക്കേണ്ടത്. ജീവിതത്തിലെ ഏറ്റവും അമൂല്യ നിധിയാണ് സമയം. സമയത്തെ സാർത്ഥകമായ അനുഭവങ്ങളാക്കി പരിവർത്തിപ്പിക്കുമ്പോഴാണ് ഓരോരുത്തരുടെയും ജീവിതം ധന്യമായി തീരുന്നത്. നഷ്ടപ്പെട്ടാൽ ഒരിക്കലും വീണ്ടെടുക്കാനാവാത്ത സമയത്തിന്റെ ഫലപ്രദമായ വിനിയോഗത്തിലൂടെയാണ് വിജയപാതയിൽ മുന്നേറേണ്ടത്. നിങ്ങൾക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ എല്ലാ ദിവസവും രാവിലെ 86,400 രൂപ കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ക്യാഷ് മുഴുവൻ ഉപയോഗിക്കാം. പക്ഷേ വൈകുന്നേരം ആ അക്കൗണ്ടിൽ 1 രൂപ പോലും ബാലൻസ് കാണില്ല. നിങ്ങൾ ഉപയോഗിച്ച് മിച്ചം വരുന്ന പിൻവലിക്കാത്ത ക്യാഷ് പോലും അക്കൗണ്ടിൽ ബാക്കി കാണില്ല. നിങ്ങളാണെങ്കിൽ എന്തു ചെയ്യും? മുഴുവൻ തുകയും ദിവസവും പിൻവലിക്കും, അല്ലേ? നമുക്കെല്ലാം അത്തരമൊരു ബാങ്കുണ്ട്. അതിൻ്റെ പേരാണ് സമയം. എല്ലാ ദിവസവും രാവിലെ അതിൽ 86,400 സെക്കൻഡുകൾ ലഭിക്കുന്നു. എല്ലാ രാത്രിയും അതിലുള്ള എല്ലാം തീരുന്നു. അത് നിങ്ങൾ എത്ര ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചാലും, ഉപയോഗിച്ച് മിച്ചം വന്നാലും രാത്രി അതിൽ ഒന്നും കാണില്ല. എല്ലാ ദിവസവും ഇതുപോലെ അതിൽ മിച്ചം വരില്ല. ഇവിടെ നമുക്ക് കടമായോ അല്ലെങ്കിൽ കുറച്ചുകൂടി സമയം അനുവദിച്ചോ കിട്ടുകയില്ല. എല്ലാ ദിവസവും അക്കൗണ്ട് പുതിയതായി വരും. എല്ലാ രാത്രിയുമാകുമ്പോൾ ഉപയോഗിക്കാതെ കിടന്നത് തിരിച്ചു കിട്ടുകയുമില്ല. ഇവിടെ നിങ്ങളുടെ ഡെപ്പോസിറ്റിലുള്ളത് ഉപയോഗിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ അത് നിങ്ങളുടെ നഷ്ടം തന്നെയാണ്. അതിൽ ബാക്കിയുള്ളത് തിരിച്ചു വേണമെന്ന് വാദിക്കാൻ നിങ്ങൾക്കാവില്ല. അതിനാൽ സമയം ക്രിയാത്മകമായി പ്രയോജനപ്പെടുത്തിയാണ് വിജയിക്കേണ്ടതെന്ന സന്ദേശം ഏറെ പ്രധാനപ്പെട്ടതാണ്. എല്ലാവരും തിരക്കുകളിലാണെങ്കിലും ജീവിതത്തിലെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടത്ര സമയം ലഭിക്കാത്ത സാഹചര്യം അധികമാർക്കും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. അവ ചെയ്യാൻ നാം ആഗ്രഹിക്കുന്നുണ്ടോ എന്നതും നമ്മുടെ മുൻഗണനകളിൽ അവയ്ക്ക് സ്ഥാനമുണ്ടോ എന്നിവയുമൊക്കെയാകും പ്രധാനം. സമയം ശരിയായി വിനിയോഗിച്ചാൽ എല്ലാറ്റിനും സമയം ലഭിക്കുകയും ജീവിത വിജയം കൈവരിക്കുകയും ചെയ്യാനാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഒരാളുടെ ജീവിതത്തിലെ വിവിധ പ്രവർത്തനങ്ങൾക്കായി നീക്കിവച്ചിരിക്കുന്ന സമയത്തിന്റെ അളവ് ആസൂത്രണം ചെയ്യുകയും ബോധപൂർവം നിയന്ത്രിക്കുകയും ചെയ്യുന്ന പ്രക്രിയയെ ടൈം മാനേജ്മെന്റ് എന്നാണ് പറയുക. കൃത്യമായ പരിശീലനത്തിലൂടെയും വ്യക്തമായ ആസൂത്രണത്തിലൂടെയും സമയം ഫലപ്രദമായി വിനിയോഗിക്കുന്നതിന് ടൈം മാനേജ്മെന്റ് സഹായിക്കുന്നു. കബീർദാസിന്റെ മനോഹരമായ ഒരു വാചകം ഇങ്ങനെയാണ്: നാളെ നാം ഇല്ലാതായാൽ പിന്നെ എപ്പോഴാണ് ചെയ്യുക? അതിനാൽ നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് ചെയ്യുക, ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുക. സമയം ഫലപ്രദമായി വിനിയോഗിക്കുന്നതിന് പരിശീലകർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന നിർദ്ദേശങ്ങൾ ഇനി പറയുന്നവയാണ്. 1. ആദ്യം ഏറ്റവും പ്രധാനപ്പെട്ട ജോലികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഓരോ കാര്യത്തിനും എത്രത്തോളം സമയം വേണ്ടിവരുമെന്ന് മനസ്സിലാക്കുക. എല്ലാ ജോലികളും ചെയ്യാനും പ്രധാനപ്പെട്ട ജോലികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഇത് സഹായിക്കും. 2. ഒരു ടൈം ഓഡിറ്റ് സൃഷ്ടിക്കുക. എല്ലാ ആഴ്ചയും ചെയ്യുന്ന ജോലിയുടെ ട്രാക്ക് സൂക്ഷിക്കുക. ശരിയായ വിലയിരുത്തലിനും ഫലപ്രദമായ നടപടികൾക്കും ഇത് ഉപകാരപ്പെടും. 3. ഓരോ ജോലിക്കും സമയപരിധി നിശ്ചയിക്കുക. ഓരോ ജോലിക്കും സമയപരിധി നിശ്ചയിക്കുമ്പോൾ എല്ലാ ജോലികളും സമയബന്ധിതമായി പൂർത്തിയാക്കാനാകും. 4. മുൻകൂട്ടി ആസൂത്രണം ചെയ്യുക. ഏത് രംഗത്തും ആസൂത്രണം പ്രധാനമാണ്. അത് നിങ്ങളെ കൂടുതൽ ഓർഗനൈസ്ഡ് ആക്കുകയും കൂടുതൽ കാര്യക്ഷമമായ നിർവഹണം സാധ്യമാക്കുകയും ചെയ്യും. 5. കാത്തിരിപ്പ് സമയം പാഴാക്കരുത്. ഒരു ജോലിയുടെ പൂർത്തീകരണത്തിനായി നിങ്ങൾ കാത്തിരിക്കേണ്ടി വന്നാൽ ആ കാത്തിരിപ്പ് സമയം ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കുക. വെറുതെ ഇരിക്കുന്നതിന് പകരം നിങ്ങൾക്ക് താൽപ്പര്യമുള്ള എന്തെങ്കിലും വായിക്കുകയോ എഴുതുകയോ ചെയ്യാം. ഇത് നിങ്ങളുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കും. 6. സ്മാർട്ട് ആവുക. ഹാർഡ് ആവേണ്ടതില്ല. നാം സാങ്കേതിക വിദ്യയുടെ കാലത്താണ് ജീവിക്കുന്നത്. ഹാർഡ് വർക്കിന് പകരം സ്മാർട്ട് വർക്ക് എന്നാണ് ഈ കാലത്തിന്റെ മുദ്രാവാക്യം. ഡാരിയസ് ഫോറോക്സിന്റെ ഡു ഇറ്റ് ടുഡേ എന്ന പുസ്തകത്തിന്റെ പശ്ചാത്തലത്തിലാണ് ടൈം മാനേജ്മെന്റ് സംബന്ധിച്ച ചില കാര്യങ്ങൾ നാം വിശകലനം ചെയ്തത്. പുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആശയങ്ങൾ ഇനി പറയും പ്രകാരം സംഗ്രഹിക്കാമെന്ന് തോന്നുന്നു. 1. നടപടിയെടുക്കുന്നതിന്റെ പ്രാധാന്യം. ഡാരിയസ് ഫോറോക്സിന്റെ ഡു ഇറ്റ് ടുഡേ എന്ന പുസ്തകം കാലതാമസം മറികടക്കുന്നതിനും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും നടപടിയെടുക്കേണ്ടതിന്റെ പ്രാധാന്യം ഊന്നി പറയുന്നു. വെറുതെ ചിന്തിക്കുകയും ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്നതിന് പകരം
നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് സജീവമായി നീങ്ങുകയും അവ നേടുന്നതിലേക്ക് മുന്നേറുകയും വേണം. നമ്മുടെ കഴിവുകൾ പുറത്തെടുക്കുന്നതിനും ഓരോ ദിവസവും പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനുമുള്ള താക്കോലാണ് നടപടിയെടുക്കുക എന്നതെന്നാണ് ഫോറക്സ് വാദിക്കുന്നത്. ഒരു ലേഖനം എഴുതുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം ഇപ്പോൾ തന്നെ എഴുതി തുടങ്ങണം. ഈ ലളിതമായ മാറ്റം ഉൽപാദനക്ഷമതയിൽ വലിയ മാറ്റമുണ്ടാക്കുകയും നീട്ടിവെക്കൽ മറികടക്കാൻ സഹായിക്കുകയും ചെയ്യും. 2. നീട്ടിവെക്കൽ മറികടക്കുന്നതിനുള്ള തന്ത്രങ്ങൾ പ്രയോഗിക്കുക. നീട്ടിവെക്കൽ അഥവാ പ്രൊക്രാസ്റ്റിനേഷൻ നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാണ്. ഈ സ്വഭാവം മറികടക്കുന്നതിനുള്ള പ്രായോഗിക തന്ത്രങ്ങൾ ഡാരിയസ് ഫോറക്സ് നൽകുന്നു. ഈ തന്ത്രങ്ങളിൽ വ്യക്തമായ ലക്ഷ്യങ്ങൾ സ്ഥാപിക്കുക, ജോലികൾക്ക് മുൻഗണന നൽകുക, സമയം ഫലപ്രദമായി കൈകാര്യം ചെയ്യുക എന്നിവ ഉൾപ്പെടുന്നു. നമ്മുടെ ലക്ഷ്യങ്ങളെ ചെറുതും നേടിയെടുക്കാവുന്നതുമായ ടാസ്കുകളായി വിഭജിക്കുന്നതിലൂടെയും ഏറ്റവും പ്രധാനപ്പെട്ടവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെയും നമുക്ക് കൂടുതൽ ഉൽപാദനക്ഷമതയുള്ളവരാകാനും നീട്ടിവെക്കൽ മൂലം തളരുന്നത് ഒഴിവാക്കാനും കഴിയുമെന്ന് പുസ്തകം വിശദീകരിക്കുന്നു. എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നതിനെക്കുറിച്ച് അവ്യക്തമായൊരു ധാരണ ഉണ്ടാകുന്നതിന് പകരം നിർദ്ദിഷ്ടവും നേടിയെടുക്കാവുന്നതുമായ ടാസ്കുകൾ ഉപയോഗിച്ച് എല്ലാ ദിവസവും ചെയ്യേണ്ടവയുടെ പട്ടിക ഉണ്ടാക്കണം. പട്ടികയിലെ ഏറ്റവും പ്രധാനപ്പെട്ടവയെ അടിസ്ഥാനമാക്കിയാണ് ജോലികൾക്ക് മുൻഗണന നൽകേണ്ടത്. ഇതുവഴി ശരിക്കും പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും. മാത്രമല്ല, സമയത്തെക്കുറിച്ച് ശ്രദ്ധാലുവായിരിക്കുന്നതിലൂടെ ഓരോരുത്തരും ആസ്വദിക്കുന്ന കാര്യങ്ങൾക്കായി കൂടുതൽ സമയം സ്വതന്ത്രമാക്കാൻ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും കഴിയും. 3. ഉൽപാദനക്ഷമതയ്ക്കുള്ള മനഃശാസ്ത്രപരവും വൈകാരികവുമായ തടസ്സങ്ങൾ തിരിച്ചറിയുക. ഉൽപാദനക്ഷമതയിൽ നിന്ന് നമ്മെ തടയുന്ന മാനസികവും വൈകാരികവുമായ തടസ്സങ്ങൾ പുസ്തകം വിശകലനം ചെയ്യുന്നു. ഇതിൽ ഭയം, സംശയം, ഉത്കണ്ഠ തുടങ്ങിയ നിരവധി തടസ്സങ്ങളാണ് പുസ്തകം അവതരിപ്പിക്കുന്നത്. ടാസ്കുകൾ ആരംഭിക്കുന്നതിനോ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് മുന്നേറുന്നതിനോ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ തടസ്സങ്ങളെ മറികടക്കുന്നതിനും കൂടുതൽ പോസിറ്റീവ് ഉൽപാദനക്ഷമമായ മാനസികാവസ്ഥ വികസിപ്പിക്കുന്നതിനുമുള്ള തന്ത്രങ്ങളും പുസ്തകം പരിചയപ്പെടുത്തുന്നു. 4. ഓരോ ദിവസവും പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള ശക്തി സംഭരിക്കുക. ജീവിതത്തിൽ അർത്ഥവത്തായ കാര്യങ്ങൾ നേടുന്നതിന് ഓരോ ദിവസവും പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന്റെ പ്രാധാന്യം പുസ്തകം എടുത്തു കാണിക്കുന്നു. 5. നടപടിയെടുക്കുന്നതിന്റെ പ്രാധാന്യം. ചുവടുകൾ എത്ര ചെറുതാണെങ്കിലും നിരന്തരമായ നടപടികൾ വിജയത്തിലെത്തിക്കുമെന്നാണ് ഡാരിയസ് ഫോറക്സ് അടയാളപ്പെടുത്തുന്ന ശ്രദ്ധേയമായൊരു പാഠം. നടപടികളെക്കുറിച്ച് ചിന്തിക്കുകയോ ആസൂത്രണം ചെയ്യുകയോ മാത്രം പോരാ, പ്രായോഗികമായി നടപ്പാക്കുകയാണ് വളർച്ചയ്ക്കും വ്യക്തിത്വ വികസനത്തിനും അത്യാവശ്യമെന്ന് പുസ്തകം ഓർമ്മിപ്പിക്കുന്നു. ഏത് കാര്യത്തിലും പിന്നെയാകാം എന്ന് വെക്കുന്ന നിലപാടുകാരെ നിശിതമായി വിമർശിക്കുന്ന പുസ്തകം ഓരോ ദിവസവും ആവശ്യമായ നടപടിയെടുത്ത് മുന്നേറുന്നവരുടെ വിജയ സാധ്യതയും വരച്ചു കാണിക്കുന്നു. വിജയമന്ത്രങ്ങൾ. ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര. അവതരണം ബന്ന ചേന്നമംഗല്ലൂർ. സാങ്കേതിക നിർവഹണം സുനീഷ് പെരുവയൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സിറ്റി എക്സ്ചേഞ്ച്, ദോഹ, ഖത്തർ. വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 00974552625 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ceomedia+@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും. ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേരുന്നു. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം.